കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 13, 47 മുതൽ 53 വരെയുള്ള തിരുവചനങ്ങൾ. സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം. വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി. അവർ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. യുഗാന്തത്തിലും ഇതുപോലെ തന്നെ സംഭവിക്കും. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്നും വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. നിങ്ങളിതെല്ലാം ഗ്രഹിച്ചുവോ? അവൻ ചോദിച്ചു. ഉവ്വ്, അവർ ഉത്തരം പറഞ്ഞു. അവൻ തുടർന്നു, സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ. യേശു ഈ ഉപമകൾ അവസാനിപ്പിച്ച ശേഷം അവിടെ നിന്ന് പുറപ്പെട്ടു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ചു കേട്ട 2 വായനകളും നമുക്ക് വേണ്ട ചില ആത്മീയ ഉപദേശങ്ങൾ ശക്തമായ ഭാഷയിൽ തരുന്നുണ്ട്. ആദ്യ വായനയിൽ ജെറമിയ പ്രവാചകനെ കർത്താവ് അയക്കുകയാണ് ഒരു കുശവൻ്റെ അടുത്തേക്ക്. എന്നപ്പോൾ ജെറമിയ പ്രവാചകൻ കാണുകയാണ്, കുശവൻ കളിമണ്ണ് കൊണ്ട് പാത്രം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് മോശമായി പോകുമ്പോൾ ആ കളിമണ്ണെടുത്ത് ദൂരെ കളയുന്നൊന്നുമില്ല. വീണ്ടും ഈ കുശവൻ അതിനെ തനിക്കിഷ്ടമുള്ള രീതിയിൽ മനോഹരമായിട്ട് മെനയുകയാണ്. ഇത് യഥാർത്ഥത്തിൽ വളരെ സിംബോളിക്കലായിട്ട് കർത്താവ് ജെറമിയായി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഇസ്രായേൽ ജനം എത്ര കണ്ട് പാപത്തിലും അശുദ്ധിയിലും ദൈവത്തെ നിഷേധിച്ച് മോശമായ അവസ്ഥയിലേക്ക് പോയാലും കർത്താവിന് അവരെ വീണ്ടെടുക്കാൻ പറ്റും എന്നുള്ള സന്ദേശം കൊടുക്കുന്നത്. ഇത് ഇസ്രായേൽ ജനം, നമ്മൾ പുതിയ നിയമത്തിൻ്റെ ഇസ്രായേൽ ജനമാണ്. നമ്മളെക്കുറിച്ചുള്ള ഒരു ദൈവിക ആലോചന തന്നെയാണ്. അതായത് കുശവന്റെ കയ്യിലെ കളിമൺ പാത്രം പോലെയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ വെച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ, ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ മെനയാൻ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുത്താൽ, എത്ര കണ്ട് തകർന്നു പോയതാണെങ്കിലും, എത്ര കണ്ട് മോശമായ അവസ്ഥയിലേക്ക് വീണു പോയതാണെങ്കിലും, എത്ര കണ്ട് ഇന്നലകളിൽ പാപത്തിൻ്റെ പരിക്കുകളേറ്റ ഒരു ജീവിതമാണെങ്കിലും, ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെട്ട ഒരാത്മാവിനെ പുതിയതായി മെനയാൻ ദൈവത്തിന് പറ്റുമെന്നും ഒരു പുനരുത്ഥാനം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാണെന്നും ഓർമ്മപ്പെടുത്തി തരുന്ന ഏറ്റവും ശക്തമായ സന്ദേശമാണ് ആദ്യ വായന നമ്മൾ കേട്ടത്. അതുകൊണ്ടാണ് കുശവന്റെ കയ്യിലെ കളിമൺ പാത്രമാണ് നമ്മൾ. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ മാത്രമേ ദൈവം മെനയുള്ളൂ. അങ്ങനെ നമ്മളെ വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥയിൽ ദൈവം മെനയുമ്പോൾ, ദൈവം ഉണ്ടാക്കുമ്പോൾ അത് ദൈവിക പദ്ധതിക്ക് വിധേയപ്പെടുന്ന രീതിയിൽ നമ്മുടെ ജീവിതം മാറും. ഇന്ന് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, ഒരുവന്റെ ജീവിതകാലം മുഴുവൻ ദൈവ പദ്ധതിക്കനുസരിച്ച് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണോ അല്ലയോ എന്ന് യുഗാന്തത്തിൽ വെളിപ്പെടുത്തപ്പെടുന്ന സമയം വരുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ, നാം ഈ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നന്മകൾക്കും തിന്മകൾക്കും പ്രതിഫലം സ്വീകരിക്കേണ്ടതിനായി കർത്താവിൻ്റെ ന്യായാസനത്തിൽ ഒരു നാൾ നമ്മൾ വരണം. അതാണ് 2 കൊരിന്തോസ് 5:10 നാം വായിക്കുക. നാം ആര് തന്നെയാണെങ്കിലും നമ്മൾ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കേണ്ടതിന് അവൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ വരണം. അപ്പോൾ യുഗാന്തമായി ബന്ധപ്പെട്ട ഒരു സന്ദേശമാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുക. സ്വർഗരാജ്യത്തെ ബന്ധപ്പെടുത്തിയുള്ള സന്ദേശത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ യുഗാന്ത ദൈവശാസ്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. യുഗാന്തത്തിൽ എന്ത് സംഭവിക്കും? അത് കടലിലെറിയപ്പെട്ട വലയ്ക്ക് തുല്യമാണ്. അതിൽ നിന്ന് എല്ലാ മീനും, വലയിൽ എല്ലാ മീനും കയറും. ചെറുതും വലുതും നല്ലതും ചീത്തയും
ഉപയോഗിക്കാൻ പറ്റുന്ന ഉപയോഗശൂന്യമായതെല്ലാം കയറും. അതിൽ നിന്നും വല വലിച്ചു കയറ്റിയതിന് ശേഷം വേർതിരിക്കുന്ന ഒരു സമയമുണ്ടെന്നാണ് പറയുന്നത്, അല്ലേ? വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടത് അറിയാം. അവിടെ നമുക്ക് മീൻ പിടിക്കാനുള്ളൊക്കെ സൗകര്യമുണ്ട്, പെർമിഷൻ ഉള്ളിടത്ത് മീൻ പിടിക്കാം. മീൻ പിടിച്ചാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇത്ര സൈസിന് താഴെയുള്ളതാണെങ്കിൽ തിരിച്ചിടണം, നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ചിലയിടത്തൊക്കെ കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ വലയിടുമ്പോൾ നമുക്ക് ഏത് കിട്ടും, എങ്ങനെ കിട്ടും നമുക്കറിയത്തില്ല. പക്ഷേ ആ വലയിൽ അകപ്പെടുന്ന മത്സ്യങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കിക്കൊണ്ട് ആ വല വീശുന്നവൻ വേർതിരിക്കുന്ന ഒരു സമയമുണ്ട്. എന്ന് പറയുന്നത് പോലെ ഒരു വേർതിരിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. നന്മയും തിന്മയും വേർതിരിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. നല്ല പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം സ്വീകരിക്കുകയും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം സ്വീകരിക്കുകയും ചെയ്യേണ്ട കർത്താവിൻ്റെ ഒരു ദിനമുണ്ട്. ഇതിപ്പോൾ നമ്മുടെ സമയമാണ്. നമ്മൾ പറയും ഇതിപ്പോൾ നമ്മുടെ സമയമാണെന്ന് പറയും. ജീവിച്ചിരിക്കുന്ന കാലഘട്ടമൊക്കെ നമ്മൾ പറയും നമ്മുടെ സമയമാണ്, എൻ്റെ ഇഷ്ടമാണ്, എനിക്കിഷ്ടമല്ലോ ഒക്കെ ജീവിക്കുമെന്ന് പറയും. ദാറ്റ്സ് ഓക്കെ. പക്ഷേ കർത്താവിനൊരു സമയമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ പറയാണ് കർത്താവിനൊരു സമയമുണ്ട്. ആ സമയത്തിന് പ്രത്യേകത എന്താണെന്നറിയാവോ? എല്ലാ അഹന്തയും അഹങ്കാരവും തകർന്നു വീഴുന്ന ദിവസം. അഹങ്കാരം എന്ന് പറഞ്ഞാൽ മറ്റൊരു വാക്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിൻ്റെ ആഴമായ അർത്ഥം എന്താ? ദൈവത്തെ മാറ്റി നിർത്തുന്ന ഒരുവന്റെ അവസ്ഥയാണ് അഹങ്കാരം. ദൈവം വേണ്ട, അവൻ തന്നെ അവന്റെ ദൈവം. അപ്പം അങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ദൈവത്തെ മാറ്റി നിർത്തി ഞാനെടുത്ത സകല തീരുമാനങ്ങൾക്കും കർത്താവിൻ്റെ ദിനത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന്. അന്ന് സകല അഹങ്കാരവും തകരും, അന്ന് സകല അഹന്തയും തകരുന്ന ഒരു ദിവസമാണ് കർത്താവിൻ്റെ ദിനമെന്നാണ് യെശയ്യാ പ്രവാചകനോട് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് പറയാണ് കർത്താവിനൊരു ദിവസമുണ്ട്. നമ്മളൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ ഇത്തിരി ഒച്ചപ്പാട് ബഹളമൊക്കെ ഉണ്ടാകുമ്പോൾ ചില പിള്ളേർ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ള ചില സംഭവങ്ങൾ എൻ്റെ മനസ്സിൽ വരികയാണ്. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിക്കാൻ വിട്ടിട്ട് ഉഴപ്പി കാശൊക്കെ കളഞ്ഞ് പഠിത്തവും പാതി വഴിക്ക് നിർത്തി കുറച്ച് സപ്ലിയൊക്കെ ആയി വീട്ടിൽ വന്നിട്ട് പറയാണ് അതെ കാശ് കൊടുത്ത സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നാണ് കേട്ടത്, അതുകൊണ്ട് കുറച്ച് കാശ് കൂടി കൊടുത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കും, ഞാനിത് പഠിക്കാൻ പോകണ്ടല്ലോ. അപ്പോൾ പറഞ്ഞ് ഇത്രയും കാശ് തന്നെ നിനക്ക് വേണ്ടി മുടക്കിയത് ഉണ്ടായിട്ടല്ല. അത് പറഞ്ഞപ്പോൾ പറയാണ് കാശ് അത് ഇപ്പോൾ എൻ്റെ ഇല്ലാഞ്ഞിട്ടല്ലേ, പഠിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ലെന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞ് ഇച്ചിരി അവിടെ വഷളായി, ആ ബന്ധം അസ്വസ്ഥപ്പെടാൻ തുടങ്ങി. അവസാനം അപ്പനവന് പയ്യെ കയ്യൊന്നും തല്ലി, അവൻ തിരിച്ചു തല്ലി. അവസാനം അപ്പൻ്റെ അടുത്ത് അവൻ പറഞ്ഞ എനിക്കൊരു ദിവസം വരും അപ്പം ഞാൻ കാണിച്ചു തരാമെന്ന്, എനിക്കൊരു ദിവസം വരും അപ്പം ഞാൻ കാണിച്ചു തരാമെന്ന് എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ ലോക ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ വചനം നമ്മൾ ഓർമ്മപ്പെടും കർത്താവിനൊരു സമയമുണ്ട്, കർത്താവിനൊരു ദിവസമുണ്ട്. ആ ദിവസത്തെ നമുക്ക് ഫേസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആ സമയത്തെ നമുക്ക് അഭിമുഖീകരിക്കാതെ ഒരു ജീവിതത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അത് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഏത് പക്ഷത്ത് കർത്താവ് നമ്മെ തെരഞ്ഞെടുക്കോ ഇല്ല എന്നുള്ളതാണ്, അതോ വിലാപവും പല്ലുകടിയുമായിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മളെ തള്ളിയിടുക എന്നുള്ളതാണ്. ഇതെല്ലാം യുഗാന്ത ദൈവശാസ്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മുടെ അന്ത്യത്തിൽ എന്ത് സംഭവിക്കും, ഒരു ദൈവം നമ്മെ വേർതിരിക്കുന്ന ഒരു സമയമുണ്ട് എന്നുള്ള സന്ദേശമാണ് തരുന്നത്. നന്മയിൽ നിന്നും തിന്മയും തിന്മയിൽ നിന്നും നന്മയും വേർതിരിക്കപ്പെടുന്ന ഒരു സമയം നിശ്ചയമായും നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ള സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ. അപ്പോൾ നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് കർത്താവിന് ഇഷ്ടമുള്ളതുപോലെ കുശവന് ഇഷ്ടമുള്ളതുപോലെ നമ്മുടെ ജീവിതത്തെ മെനയാൻ നമ്മൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ പ്രയോജനപ്പെടുത്താൻ പറ്റും. 1. 2, എത്ര കണ്ട് മോശപ്പെട്ട അവസ്ഥയിലും നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കി മാറ്റാൻ, പുനരുദ്ധരിക്കാൻ, ഏറ്റവും വിലയുള്ളതാക്കി മാറ്റാൻ ദൈവത്തിന് പറ്റും. നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാനുള്ള ബലവും കരുത്തും ഈ വിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് നമുക്ക് തരട്ടെ. ഉള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.